ഹായ് ഓൾ, വെൽക്കം ടു മിൻറ്റ്. അപ്പം നമ്മുടെ കേരള ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ അണ്ടറിൽ 10 തസ്തികകളിലേക്കുള്ള ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളോട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെസ്സേജസ് എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഫെബ്രുവരി 20-നകം എന്ത് ചെയ്യണം? സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റും എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പം എന്താണ്, ഗുരുവായൂർ ദേവസ്വത്തിലെ LD ക്ലർക്ക് അടക്കമുള്ള 10 തസ്തികകളുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ശ്രദ്ധയ്ക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ഫെബ്രുവരി 20 അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി മറ്റു കാര്യങ്ങളൊന്ന് നോക്കാം. അപ്പോൾ 29/3/2025 പ്രസിദ്ധീകരിച്ച കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് വിജ്ഞാപനം ചെയ്ത ഗുരുവായൂർ ദേവസ്വത്തിലെ കലാനിലയം സൂപ്രണ്ട്, മെഡിക്കൽ ഓഫീസർ ആയുർവേദ, വെറ്റിനറി സർജൻ, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ്, വർക്ക് സൂപ്രണ്ട്, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ, കമ്പ്യൂട്ടർ സ്പെഷ്യൽ അസിസ്റ്റന്റ്, ഡെപ്യൂട്ടി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നീ തസ്തികകളുടെ ചുരുക്കപ്പട്ടികയും പ്ലംബർ, ലോവർ ഡിവിഷൻ ക്ലർക്ക് എന്നീ തസ്തികകളുടെ സാധ്യതാ പട്ടികയും എന്ത് ചെയ്തിട്ടുണ്ട്? വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പട്ടികകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അവരുടെ പേര്, വയസ്സ്, മേൽവിലാസം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം, ജാതി സംവരണം, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ പ്രൊഫൈൽ ത്രൂ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. പ്രൊഫൈൽ ത്രൂ വേണം അപ്ലോഡ് ചെയ്യാൻ. അപ്പോൾ കേരള ദേവസ്വം ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങളുടെ പ്രൊഫൈൽ ത്രൂ ആയിരിക്കണം, അതായത് മൈ പ്രൊഫൈലിലൂടെ ആയിരിക്കണം എന്ത് ചെയ്യാൻ ഈ ഡാറ്റാസൊക്കെ, അതായത് നിങ്ങളുടെ എല്ലാത്തിൻ്റെയും ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ. അല്ലാതെ കൊറിയർ വഴിയോ ബൈ പോസ്റ്റോ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഡാറ്റാസ് സെൻഡ് ചെയ്യരുത്. അസൽ പ്രമാണ രേഖകളാണ് സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത്. ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങൾക്ക് നേരത്തെ തന്നെ SMS വഴി അവരെന്ത് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചുകൊണ്ടുള്ള ഒരു അറിയിപ്പ് നിങ്ങൾക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മിസ് ഔട്ട് ചെയ്തവരാണെങ്കിൽ മറക്കണ്ട, ഇനി 2 ദിവസം കൂടിയേ നമ്മുടെ മുന്നിലുള്ളൂ. ഈ സമയത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർക്കുക. അപ്പോൾ എങ്ങനെയായിരിക്കണം? അതായത് നമ്മുടെ അപ്ലിക്കേഷൻസിൽ ഡോക്യുമെൻ്റ് അപ്ലോഡ് എന്ന ലിങ്ക് മുഖേനയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ഡാറ്റാസായ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യേണ്ടത്. ആ ഒരു കാര്യം ഓർത്ത് വെക്കുക. അപ്പോൾ എന്താണ്, നമ്മുടെ അതായത് ഓരോരുത്തർക്കും ഓരോരോ പ്രൊഫൈൽ ഉണ്ടാവുമല്ലോ, അതിനാണല്ലോ നമ്മൾ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നത്. ആ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്ത് നമ്മുടെ പ്രൊഫൈലിലൂടെ എന്ത് ചെയ്യണം? അതിൻ്റെ അപ്ലിക്കേഷൻസിൽ ഡോക്യുമെൻ്റ് അപ്ലോഡ് എന്നുള്ള ഇതിലൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ആ ഒരു ലിങ്കിലൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഡാറ്റാസ് അപ്ലോഡ് ചെയ്യാൻ. അതായത് നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്സിൻ്റെ സ്കാൻഡ് കോപ്പി എന്ത് ചെയ്യുക, PDF ആയിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ അതിലെന്തൊക്കെ വേണം? നമ്മുടെ വയസ്സ് തെളിയിക്കുന്നത് വേണം, നമ്മുടെ അഡ്രസ്സ്, അതുപോലെ നമ്മുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അതുപോലെ നമ്മുടെ എക്സ്പീരിയൻസ്, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ജാതി സംവരണം ഉള്ളവരാണെങ്കിൽ അതൊക്കെ അതിൻ്റെയൊക്കെ ഒറിജിനൽ ആയിരിക്കണം നിങ്ങൾ അറ്റാച്ച് ചെയ്ത് അയക്കാൻ. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെക്കുക. ഇതിനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ഫെബ്രുവരി 20 അപ്പോൾ അതിനു മുന്നേ തന്നെ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. പ്രത്യേകം എന്ത് ചെയ്തിട്ടുണ്ട്, ദേവസ്വം ബോർഡ് പ്രത്യേകം ഒരു കാര്യം അറിയിച്ചിട്ടുണ്ട്. എന്താണ്? ഇനി അപ്ലോഡ് ചെയ്യാൻ, അതായത് നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള സമയപരിധി നീട്ടി നൽകുന്നതല്ല എന്നുള്ള കാര്യം അതിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മറക്കണ്ട, ഫെബ്രുവരി 20 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുക. ഈ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.